പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൊണ്ട് നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തി തരും. രണ്ടുപേരും ചില വിശേഷതകൾ നിറഞ്ഞവരാണ്. അവരെ പരിചയപ്പെട്ടിരിക്കണം, അത്യാവശ്യമായ ഒരു കാര്യമാണ്. അവരെ പരിചയപ്പെടുമ്പോൾ ആരോട് ചേരണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരാവുതൽ നമുക്ക് തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു പ്രേരിത ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കും. ആരോടാണ് ചേരേണ്ടത്, ആരുടെ തത്വമാണ് നല്ലത്, ആ തത്വത്തോടുള്ളതായ സ്നേഹം നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ദൈവത്താൽ ഈ വചനം മുഖേന നാം സന്ദർശിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സന്ദർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും ഈ തിരുവചനത്തെ അയച്ചു കൊടുത്ത് അവരും കൂടെ ഈ ദൈവിക സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വ്യക്തി പ്രവാചകനായ ദാനിയേലിനെ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. അതൊരു ലോക നേതാവായിരിക്കാം, ഒരു ഭരണ നേതൃത്വമായിരിക്കാം, വരുവാനിരിക്കുന്നതായ ഈ ലോകം മുഴുവനും കീഴടക്കി ഭരിക്കുവാൻ പോകുന്ന ചില ഭരണ സംവിധാനങ്ങളായിരിക്കാം, ചില നിയമവശങ്ങളായിരിക്കാം, ചില ഉപദേശങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിത്വത്തെക്കുറിച്ചല്ല ഈ പ്രഭാതത്തിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവ വിശേഷം, ആ ഭരണം ഉപയോഗിക്കുന്നതായ തത്വം, ആദർശം, അതിനെക്കുറിച്ചാണ് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ വിശേഷത ആ മൃഗത്തിൻ്റെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ, ഇല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ, ആ സംവിധാനത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഗവർണിംഗ് ബോഡിയുടെ സ്വഭാവം അല്ലെങ്കിൽ വിശേഷത എന്ന് പറഞ്ഞാൽ ഭയങ്കരന്മാരാണ്, ഘോരന്മാരാണ്, ക്രൂര സ്വഭാവം. ഇരുമ്പ് പല്ലുകൾ പോലെ അവർക്ക് പല്ലുകളുണ്ട്, നിയമങ്ങളുണ്ട്, ഭേദിക്കുവാൻ കഴിയാത്തതായ ചട്ടക്കൂടുകളുണ്ട്. സമർത്ഥന്മാരാണ്, അതിബലം, മറ്റുള്ളവരെക്കാളൊക്കെ ബലം നിറഞ്ഞവർ. അപ്പോൾ അവർക്ക് കീഴ്പ്പെടാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ അതിനെ കീഴ്പ്പെടാത്ത ഒരു കൂട്ടം ജനങ്ങളെക്കുറിച്ച് ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അവിടെ പറയുന്നു, ഈ മൃഗം തിന്നു, കുടിച്ചു, അതിനുശേഷം തകർത്തു. അവരുടെ ആഹാരവും അവരുടെ തീറ്റയും അവരുടെ സംവിധാനവും അവരുടെ യാത്രയും അവർ കണ്ടതായ ലോകത്തെ ആവഹിക്കുന്നതായ ആവാഹവും ഒക്കെ ഒരു തകർപ്പൻ മേളയായിരുന്നു. അവർ അധ്വാനിച്ചിട്ടുള്ളതല്ല, അവർ ഉണ്ടാക്കിയതല്ല, അവർ പൊടുന്നനവെ പിടിച്ചടക്കിയപ്പോൾ കണ്ടതായ വിശേഷതകൾ. അതിൻ്റെ മുൻപിൽ അവർക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതുണ്ട്, അവർ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്തത്, അതിനെ ശേഷിപ്പെന്ന് പറയുന്നു. കാണാൻ പോലും അവർക്ക് ഇഷ്ടമില്ല. നമുക്കറിയാം, ചില ആഹാരം കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല, ചിലത് കാണുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നും. ഇങ്ങനെ അവർക്കിഷ്ടമുള്ള ആഹാരം അവർ തിന്നു, ഭക്ഷിച്ചു, തകർത്തു, ആഘോഷിച്ചു. അത് അവർക്ക് വളരെ ആഘോഷപരമായിരുന്നു, തകർപ്പൻ പരിപാടികളായിരുന്നു. എന്നാൽ ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ മുൻപിൽ ഇഷ്ടപ്പെടാത്ത മനുഷ്യർ, അംഗീകരിക്കാത്ത മനുഷ്യർ, യോജിക്കാത്ത മനുഷ്യർ, അവരുടെ തകർപ്പുമായിട്ട് ഒത്തുചേർന്ന് പോകാത്ത ഒരു കൂട്ടം ശേഷിപ്പ്, അതാണ് ദാനിയേലിനെ ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. ആ ശേഷിപ്പിനെ അവർ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം ദൈവജനം ഈ തകർപ്പുകളോടും ഘോരത്വത്തോടും അതിഭയങ്കരമായ ഇരുമ്പ് പല്ലുകളോടും യോജിക്കാതെ, ഇഷ്ടപ്പെടാതെ,
ശേഷിപ്പായി ലോകത്തിൽ അവശേഷിക്കും. അങ്ങനെ ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിന് കിട്ടുന്നതായ പ്രതികരണം കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ശേഷിപ്പിനെ ഭൗമികമായ അർത്ഥത്തിലും വളരെ അർത്ഥങ്ങളുണ്ട്. ആത്മീകമായ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഭൗമികമായ സ്വഭാവങ്ങൾ നമ്മളിലും ഉണ്ടത്. ശേഷിച്ചതിനെ ചവിട്ടിക്കളയുക, ശേഷിച്ച ആഹാരം എറിഞ്ഞു കളയുക. നമുക്ക് ചുറ്റോട് ചുറ്റും അനേകർ വിശന്നിരിക്കുമ്പോൾ ആ വിശപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമുക്ക് കിട്ടിയ നന്മ ഒരുപക്ഷെങ്കിൽ നമ്മൾ അധ്വാനിക്കാത്തതായിരിക്കാം, വെറുതെ കിട്ടിയതായിരിക്കാം. എന്നാൽ അതിനെ ഭക്ഷിച്ചതിന് ശേഷം എറിഞ്ഞു കളയുക. ആത്മീകമായി വേറൊരർത്ഥം കൂടെ പറഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്നതായ സന്തോഷം നമുക്ക് മാത്രം വെച്ചിട്ട് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തവരെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ അവരുടെ ആശയങ്ങളും അവരുടെ കണ്ണുനീരും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അർത്ഥങ്ങളും അവകാശങ്ങളും ചവിട്ടിക്കളയുന്നതായ ഒരു കൂട്ടം ജനങ്ങൾ. ദൈവം അവരെ വെറുക്കുന്നു, ദൈവം അവരെ ഇഷ്ടപ്പെടുന്നില്ല. വരിക, നമുക്ക് രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 12-ാം വാക്യം, അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു വശത്ത് ശേഷിച്ച കഷണത്തെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതായ ഒരു ഭരണ സംവിധാനം, ഒരു വ്യക്തിത്വം, ഒരാളത്വം, ഒരു സ്വഭാവം. എന്നാൽ മറുഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഒരുവൻ നിന്ന് പറയുന്നു, ശേഷിച്ച കഷണം ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ ശേഖരിപ്പീൻ. കാരണം ശിഷ്യന്മാരോട് പറയുകയാണ്, കർത്താവിൻ്റെ കാര്യമാണ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അവൻ 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ ചരിത്രത്തെ എടുത്തുകൊണ്ട് ആ സംഭവത്തിൽ വാസ്തവമായി കർത്താവ് നേരിട്ട് സംസാരിച്ച ആ വിഷയം യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. യോഹന്നാൻ തൻ്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ട കാര്യം, സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യം, സ്വന്തം കൈകൊണ്ട് തൊട്ട കാര്യം പറയുകയാണ്. ശേഷിച്ച കഷണം ഒന്നും നഷ്ടപ്പെടുത്താതെ ശേഖരിപ്പീനെന്ന് ഞങ്ങളുടെ ഗുരു പറഞ്ഞു. കാരണം ഗുരുവിനൊരു ഉദ്ദേശമുണ്ട്. ഈ 5000 പുരുഷന്മാരെ തന്നെ ഗുരു കണ്ടപ്പോൾ അതിൻ്റെ കൂടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കണ്ടുകൊണ്ടാണ് 5 അപ്പം മുറിച്ചപ്പോൾ കർത്താവ് വർദ്ധിപ്പിച്ചത്. അവിടെയുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ആ ദേശത്ത് ഭക്ഷണം കിട്ടാതെ വലയുന്ന ചില അവകാശികൾ അതിനുണ്ട് എന്ന് കർത്താവ് ആ ദേശത്തെക്കുറിച്ചൊരു ദർശനം കർത്താവിനുണ്ടായി, യേശുവിനുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മാത്രമല്ല, ശേഷിച്ച കഷണത്തെ ഭക്ഷിക്കുവാൻ യോഗ്യതയുള്ള ഒരു കൂട്ടം ജനത്തെ, ആരും എണ്ണാത്തവരെ, ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടം ശേഷിപ്പിനെ ഈ ദേശത്ത് ഞാൻ കാണുന്നു. തെബരിയാസ് കടലിന്റെ തിരയിൽ അവിടെ ഇവിടെയായി ചെതറിപ്പാർക്കുന്ന ജനങ്ങളിൽ അനേകർ ഇതിന് യോഗ്യരായിട്ടുള്ളവരുണ്ട്. അവരിലേക്ക് ഇതെത്തണം. അവർക്കും കൂടെ ചേർത്താണ് കർത്താവ് ഈ അപ്പത്തെ വർദ്ധിപ്പിച്ചത്. അതിൻ്റെ പശ്ചാത്തലം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഫിലിപ്പോസിനോട് കർത്താവ് ചോദിച്ച്, ഈ വന്ന ജനങ്ങൾക്കെല്ലാം 2-3 ദിവസമായിട്ട് അവർ നമ്മോടുകൂടെ പാർക്കുന്നല്ലോ, അവർക്ക് എങ്ങനെ ഭക്ഷിപ്പാൻ കൊടുക്കും? അതിൻ്റെ ഇംഗ്ലീഷ് ന്യൂ വേർഷൻ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, ഫിലിപ്പോസ് കർത്താവിനോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ 6 മാസത്തെ ശമ്പളം എടുത്താലും ഇവർക്ക് അല്പാൽപ്പം കൊടുക്കാനുള്ള ഭക്ഷണം പോലും നമുക്ക് വാങ്ങാൻ കഴിയില്ല. അത് തന്നെയല്ല, ഈ കുറ്റിക്കാട്ടിലേക്ക് ഭക്ഷണം കിട്ടത്തില്ല. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അസത്യതകളെ കർത്താവിൻ്റെ മുന്നിൽ നിർത്തിയപ്പോൾ കർത്താവിനറിയാം കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അതിൽ ഒരുവൻ അന്ത്രയോസ് ചെന്ന് കർത്താവിനോട് പറയാൻ, ഇവിടെ ഒരു ബാലൻ ഉണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 5 യവത്തപ്പവും 2 മീനും ഉണ്ട് എന്നുള്ളതായ ഒരു വസ്തുത കർത്താവിനെ അറിയിച്ചു. അന്ത്രയോസിന് എങ്ങനെ ഇതിനെക്കുറിച്ച് അറിവ് കിട്ടി? 1000കണക്കിന് ജനങ്ങൾ അവിടെ കൂടിയിരിക്കുകയാണ്. നോക്കൂ, അതിൻ്റെ പുറകിലുള്ളതായ ഒരു സംഭവം നമുക്കൊന്ന് ആശയ രൂപത്തിലെടുത്താൽ, ഏതോ ഒരു അമ്മയ്ക്ക് ഒരു ദർശനമുണ്ടായി. ആ അമ്മയുടെ കുഞ്ഞ് ഈ മഹായോഗത്തിന്, യേശുവിനെ കാണുവാനുള്ള ആ യോഗത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവൻ 2-3 ദിവസം താമസിച്ചേ വരികയുള്ളൂ.
അവനും അവനോട് ചേർന്നവരും ഒക്കെ ഭക്ഷിക്കത്തക്ക രീതിയിൽ ഒരു പൊതി കെട്ടി 5 യവത്തപ്പവും എന്ന് പറഞ്ഞാൽ, ഒരു യവത്തപ്പം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് കഴിക്കാവുന്ന വലിപ്പമുള്ള അപ്പമാണ്. അത് 3ഓ 4ഓ ആയിട്ട് മടക്കി പൊതിയാണ് അവിടെ പതിവ്. അങ്ങനെ വലിയൊരു കപ്പൂസ് എന്ന് പറയും, യവ കപ്പൂസാണ്. അത് വലിയ വലിപ്പമുണ്ട്. 2 മീനും ചേർത്ത് അവന് മാത്രമല്ല അവൻ്റെ കൂട്ടുകാരും കൂടെ ആരെങ്കിലും ഭക്ഷിക്കണം. അത് തന്നെയല്ല, ഈ അമ്മ ഈ കുഞ്ഞിനോട് ഒരു കാര്യം പറഞ്ഞിരിക്കണം, മോനെ നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ കയ്യിൽ ഇതുണ്ട് എന്ന് ശിഷ്യന്മാർക്ക് ഒരു അറിവ് കൊടുക്കണം. അമ്മയ്ക്കൊരു ദർശനമുണ്ടായി. തീർച്ചയായിട്ടും ഈ അപ്പവും മീനും അവൻ മാത്രമല്ല ഭക്ഷിക്കാൻ പോകുന്നത്, അവിടെ കൂടിയിരിക്കുന്നതായ ജനങ്ങൾക്കെല്ലാം ഭക്ഷിക്കാൻ ഇത് ഉതകുമെന്ന് പരിശുദ്ധാത്മാവ് ഒരു പക്ഷെങ്കിൽ ഈ മാതാവിന്റെ ഹൃദയത്തിൽ സംസാരിച്ചു കാണും. ചില അമ്മമാരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് അത്ഭുതകരമായിട്ടാണ്. അവരെയാണ് കർത്താവ് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ വേറെ ആരെയും ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് കൊടുക്കുന്ന വെളിപ്പാട് അതുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ മകന്റെ കയ്യിൽ കൊടുത്തയച്ചതായ അപ്പത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ശിഷ്യന്മാർക്ക് കൊടുത്തു. അന്ത്രയോസ് വന്ന് കർത്താവിനോട് പറഞ്ഞു, ഇവിടെ ഒരു ബാലൻ ഉണ്ട്. കർത്താവ് അത് അറിഞ്ഞിരുന്നു. കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. കർത്താവ് അത് വാങ്ങി സ്വർഗത്തേക്ക് നോക്കി, അത് സ്തോത്രം ചെയ്തു, പുകഴ്ത്തി, മുറിച്ചു, ശിഷ്യന്മാരുടെ കൊടുത്തു. ശിഷ്യന്മാർ പന്തിയായി ഇരുത്തിയിട്ടുള്ള ജനങ്ങൾക്ക് അത് വീതിച്ചു. കർത്താവ് നിന്ന് ഉയരത്തിൽ ഉച്ചത്തിൽ നിന്ന് പറയുകയാണ്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ അതിനെ ശേഖരിപ്പീൻ. 12 കൊട്ട ശേഖരിച്ചെടുത്തു. കാരണം ഈ 12 കൊട്ട അപ്പവും ഒരു നേരത്തേക്ക് ആഹാരമില്ലാതെ, ഉടുക്കുവാൻ ഉടുതുണിക്ക് പകരം മർദ്ദമയില്ലാതെ കഷ്ടപ്പെടുന്നതായ രോഗികളും ബലഹീനരും അശരണരും നിന്ദിതരും അപമാനിതരുമായ ഒരു കൂട്ടം ശേഷിപ്പ് ദേശത്തുണ്ട് എന്ന് കർത്താവിന് വലിയൊരു ആത്മാവിൽ ബോധ്യമുണ്ടായി. അവർക്ക് വേണ്ടി കർത്താവ് ശേഖരിക്കുകയാണ്. ശിഷ്യന്മാരോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ മാത്രമല്ല, ഈ തൊഴുത്തിൽപ്പെടാത്ത ചില ആളുകൾ എനിക്കുണ്ട്. ഞാൻ അവരെയും പോറ്റേണ്ടതാകുന്നു. കർത്താവ് ഉപയോഗിച്ച വാക്കതാണ്, ഞാൻ അവരെയും പോറ്റേണ്ടതാകുന്നു, അവർക്ക് ഞാൻ ഭക്ഷിപ്പാൻ കൊടുക്കേണ്ടതാകുന്നു. ശിഷ്യന്മാർ വിചാരിച്ചു അവർക്ക് മാത്രമാണ് അവകാശമെന്ന്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് കർത്താവ് തരുന്ന ദാനങ്ങൾ. ഇല്ല, കർത്താവ് ഒരു ശേഷിപ്പിനെ നമ്മുടെ ഇടയിൽ കാണുന്നു, നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ കാണുന്നു, നമ്മുടെ ഭവനത്തിൽ കാണുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുന്നു, മാതാപിതാക്കളിൽ കാണുന്നു, നമ്മുടെ ദേശത്തിൽ കാണുന്നു, നമ്മുടെ സമൂഹത്തിൽ കാണുന്നു, രാജ്യത്തിൽ കാണുന്നു. നമുക്കോ അതിനെ കാണുവാൻ കഴിയില്ല. സർവശക്തൻ അതിനെ കാണുന്നു. ഒരു കൂട്ടം ജനങ്ങൾ ശേഷിപ്പിനെ തകർക്കുമ്പോൾ, ശേഷിപ്പിനെ ചവിട്ടിക്കളയുമ്പോൾ, അതിനെ എറിഞ്ഞു കളയുമ്പോൾ, ഇതാ ഒരു പുതിയ ദർശനം ഒരു വ്യക്തിയിൽ കൂടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ ദർശനം ലോകത്തിന് കാഴ്ചവെക്കുന്നു. ശേഷിപ്പിനെ നിങ്ങൾ എറിഞ്ഞു കളയരുത്, ചവിട്ടിക്കളയരുത്, അത് ശേഖരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രിയ മക്കളെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്നതായ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നതായ ഒരു ആഹ്വാനമുണ്ട്. നിങ്ങളിൽ ഒരു ശേഷിപ്പുണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ ഒരു ശേഷിപ്പുണ്ട്, നിങ്ങളുടെ ദേശത്ത് ശേഷിപ്പുണ്ട്. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തിയാകുമ്പോൾ, നിങ്ങൾ സമാധാനം അനുഭവിക്കുമ്പോൾ, നിങ്ങൾ സന്തോഷം അനുഭവിക്കുമ്പോൾ, കർത്താവിൽ നിന്നുള്ളതായ സൗഖ്യം നിങ്ങൾ കൊണ്ടാടുമ്പോൾ, ഇതൊന്നിനും അവകാശമില്ലാതെ വന്നെത്തുവാൻ, നടക്കുവാൻ, അവിടം വരെ റീച്ച് ചെയ്യുവാൻ കഴിവില്ലാതെ ഒരു കൂട്ടം ശേഷിപ്പ് നിലവിളിക്കുന്ന രംഗങ്ങൾ, നിലവിളിക്കുന്ന ഭാഗങ്ങൾ കർത്താവ് കാണുന്നു. അത് ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ച് അവരിലേക്ക് ആ കൊട്ട അല്ലെങ്കിൽ ആ അപകർഷണങ്ങൾ എത്തിക്കുവാനുള്ള ബാധ്യത, ഒരു വലിയൊരു ആഹ്വാനം കർത്താവ് നമുക്ക് തരികയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് തരുന്നതായ ദർശനം, ശേഷിച്ച കഷണം എങ്ങനെ ഉപയോഗിക്കണം, അത് ചവിട്ടിക്കളയുകയോ അതോ അതിനാർഹരായിട്ടുള്ള കരങ്ങളിൽ അവരുടെ വിശപ്പിന് വേണ്ടി എത്തിക്കുക എന്നുള്ളതോ? ആത്മീക ഭക്ഷണം കർത്താവ് നമുക്ക് ആത്മീയവും ഭൗമികമായിട്ടുള്ള ജീവനും ഭക്തിക്കുമായിട്ടുള്ള ഈ ഭക്ഷണം തന്ന് പോറ്റി പുലർത്തുന്നതായ ഈ വലിയ സന്തോഷം, കർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷം, ലോകം തരാത്ത സമാധാനം, ഈ ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. ഈ ലോകം ശേഷിപ്പിനെ ചവിട്ടിക്കളയുന്നു. ആർക്കും വേണ്ടാത്തതിനെ, എണ്ണപ്പെടാത്തതിനെ, യോഗ്യതയില്ലാത്തതിനെ, അർഹതയില്ലാത്തതിനെ, പരിഷ്കാരമില്ലാത്തതിനെ, ഇല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തതിനെ ചവിട്ടിക്കളയുമ്പോൾ ഒരുവൻ ശേഖരിക്കുന്നു. എറിഞ്ഞു കളയരുത്, ചവിട്ടിക്കളയരുതെന്ന് പറഞ്ഞ് ശേഖരിക്കുന്ന ഒരു മഹാസ്നേഹത്തെ കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭവനത്തിലുള്ള ശേഷിപ്പുകളെ കുറിച്ച്
നമ്മുടെ കുടുംബത്തിലുള്ള, കുഞ്ഞുങ്ങളിലുള്ള, നമ്മളിലുള്ള ശേഷിപ്പിനെ കുറിച്ച് നമുക്കൊരു വിശേഷ ജ്ഞാനം കിട്ടും. നമ്മളിലും ഇതുവരെയും പ്രകാശനം കണ്ടെത്തുവാൻ കഴിയാത്ത അനേക സ്വഭാവങ്ങളുണ്ട്, അനേക ചര്യകളുണ്ട്. കർത്തൃസന്നിധിയിൽ കടന്നു വരുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ ആ ശേഷിപ്പിനെ കുറിച്ചുള്ളതായ ഒരു ദിവ്യ ദർശനം ദൈവം നമുക്ക് തരും. അവയൊക്കെയും അത് പരിഹരിക്കപ്പെടുവാൻ, അതൊക്കെ പോഷിപ്പിക്കപ്പെടുവാൻ, തൃപ്തരാക്കപ്പെടുവാൻ ഈ പ്രഭാതം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. God bless you.